ചിത്രത്തിന്റെ തുടക്കത്തിൽ FBI ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഇരിക്കുകയാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ഹച്ച്. ഉദ്യോഗസ്ഥർ അവനോട് ചോദിക്കുകയാണ്, നീ ശരിക്കും ആരാണ്? അതോടെ കഥ പാസ്റ്റിലോട്ട് പോവുകയാണ്. ഹച്ച് ഒരു കൊലയാളിയാണ്. അവന്റെ ജീവിതം മുഴുവൻ ദൗത്യങ്ങൾ പൂർത്തിയാക്കിയും ആളുകളെ ഇല്ലാതാക്കിയും രക്തപാതയിലൂടെയും പോകുന്നതാണ്. പക്ഷെ ഈ ജീവിതം കാരണം അവൻ കുടുംബത്തിൽ നിന്ന് ഏറെ അകന്നുപോയി. ഭാര്യ ബെക്ക ഓരോ രാത്രിയും ഡിന്നറിനായി അവനെ കാത്തിരിക്കും. എന്നാൽ ഹച്ച് വളരെ വിരളമായാണ് വീട്ടിലെത്തുന്നത്. ഒരു രാത്രി ബെക്ക നമുക്ക് സംസാരിക്കണമെന്ന് മെസ്സേജ് അയക്കാൻ പോകുന്നുണ്ട്. പക്ഷെ അയക്കാതെ തന്നെ അത് ക്യാൻസൽ ചെയ്യുകയാണ്. ഹച്ച് ഒരു ദിവസം വീട്ടിൽ സമയം ചെലവഴിക്കുമ്പോൾ കുടുംബത്തിൽ നിന്ന് എത്ര അകന്നുപോയി താനെന്ന് ഹച്ചിന് തന്നെ മനസ്സിലാകുകയാണ്. കുട്ടികൾ സ്കൂളിലേക്കും ബെക്ക ഓഫീസിലേക്കുമായി പോവുകയാണ്. ബെക്ക പറയുന്നുണ്ട്, വേനലവധി അടുത്തിരിക്കുന്നു. ഹച്ച് മറുപടിയും കൊടുക്കുന്നുണ്ട്, കുടുംബമായി എവിടെയെങ്കിലും പോകാം. ശരി, ഞാനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാം. പക്ഷെ ഇന്ന് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയുള്ള അസൈൻമെൻ്റ് ഉണ്ട്. ഇത് കേട്ട് ബെക്ക ഒന്നും പറയാതെ തന്നെ അവിടെ നിന്ന് പോവുകയാണ്. ഹച്ചും പുറപ്പെടുകയാണ്. അവൻ്റെ ദൗത്യം ഒരു സാധനം മോഷ്ടിക്കുകയാണ്. പക്ഷെ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ സമയം പിടിക്കുന്നുണ്ട്. ഹാൻഡ്ലർ ബാർബർ അവനോട് ചോദിക്കുന്നുണ്ട്, ഈ മിഷൻ ഇത്ര നേരം എന്തുകൊണ്ടാണ് പിടിച്ചത്? ഇത് എളുപ്പമായിരുന്നില്ലേ? ഹച്ച് വിശദീകരിക്കുകയാണ്, ആദ്യം ലിഫ്റ്റിലുണ്ടായിരുന്നവരെ ഇല്ലാതാക്കേണ്ടി വന്നു. കീ കാർഡ് കിട്ടിയപ്പോൾ പുറത്ത് തോക്കുള്ള മറ്റൊരു സംഘം കാത്തിരുന്നു. ഒന്നോ രണ്ടല്ല, 3 സംഘങ്ങളാണ് ഉണ്ടായിരുന്നത്. അവരെ തോൽപ്പിച്ച ശേഷം വീണ്ടും ബ്രസീലിയൻ സംഘം ആയുധങ്ങളുമായി എത്തിയിരുന്നു. പക്ഷെ ഒറ്റയ്ക്കെല്ലാം നേരിട്ട് ഹച്ച് വിജയിക്കുകയാണ്. ബാർബർ പറയുന്നു, ഈ ജോലി പൂർത്തിയാക്കി. നിന്റെ 30 മില്യൺ കടത്തിൽ നിന്ന് 8 ലക്ഷം കുറച്ചു. അതെന്താന്ന് വെച്ചാൽ ഒരിക്കൽ ഹച്ച് ഒരു റഷ്യൻ ഗ്യാങ്സ്റ്ററിന്റെ പണം കത്തിച്ചിരുന്നു. അതിനുശേഷം ഹച്ച് കടക്കാരനായി. ഇവർ പറയുന്ന ജോബ് എല്ലാം തന്നെ എടുത്ത് അത് വീട്ടണം. ഹച്ച് പറഞ്ഞു, എനിക്കൊരു ബ്രേക്ക് വേണം. ബാർബർ മറുപടിയും കൊടുക്കുന്നുണ്ട്, ഈ ജോലി നിന്റെ സ്വഭാവമാണ്. സ്വഭാവം എപ്പോഴും ജയിക്കും. ഹച്ച് പോരാട്ടത്തിനിടെ കണ്ട ഒരു പരസ്യം ഓർക്കുകയാണ്. പ്ലംബർ വില്ലയിൽ എന്ന അമ്യൂസ്മെന്റ് പാർക്ക്. വീട്ടിൽ ചെന്ന് കുടുംബത്തിന് വീഡിയോയും കാണിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഉണ്ട്, റൈഡുകളും വാട്ടർ സ്ലൈഡുകളും. നമുക്ക് ഇങ്ങോട്ടേക്ക് ട്രിപ്പ് ആക്കിയാലോ? നിങ്ങളുടെ അപ്പൂപ്പനെയും കൂട്ടാം. കുട്ടികൾ ഇത് കേൾക്കുമ്പോൾ അവർക്ക് അപ്പൂപ്പൻ വരുമോ എന്നൊക്കെ ചോദിച്ച് ആകെ താല്പര്യം കുറയുകയാണ്. ഹച്ച് പറയുന്നുണ്ട്, ഞാൻ ബാല്യത്തിൽ പോയ ഏക സ്ഥലം ഇതാണ്. അച്ഛൻ കൊണ്ടുപോയിരുന്നു. ഒരിക്കലെങ്കിലും എല്ലാവരും ചേർന്ന് പോകണം. അങ്ങനെ ലാസ്റ്റ് കുടുംബം സമ്മതിക്കുകയാണ്. അവർ ഹച്ചിന്റെ അച്ഛൻ ഡേവിഡിനെയും കൂട്ടി യാത്ര തിരിക്കുകയാണ്. കാറിൽ കയറുന്നതിന് മുമ്പ് ഡേവിഡ് തന്നെ സിഗരറ്റ് അണയ്ക്കുന്നുണ്ട്. എല്ലാവരും പാട്ടൊക്കെ പാടി ജോളിയായി പാർക്കിലേക്ക് പോകുന്നു. പ്ലംബറിൽ എത്തിയപ്പോൾ വാട്ടർ പാർക്ക് അന്ന് അടച്ചിരിക്കുന്നു. അന്ന് അവിടെ അവധിയാണ്. പകരം ഹോട്ട് ഡോഗ് സ്റ്റാളിന് കൂപ്പണുകൾ കിട്ടുന്നു. ഹച്ച് ഓർക്കുന്നു, ബാല്യത്തിൽ സഹോദരൻ ഹാരിയുമായി ഇവിടെ ഹോട്ട് ഡോഗ് കഴിച്ചതെന്ന്. പക്ഷെ ഇപ്പോൾ അതേ സ്ഥലത്ത് ഷെരീഫ് ഇരിക്കുകയാണ്. അവൻ ഹച്ചിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നോക്കുന്നത്? സംഘർഷം ഉയരുകയാണ്. ഹച്ച് ഹോട്ട് ഡോഗ് എടുത്ത് കുടുംബത്തോടൊപ്പം ഇരിക്കുകയാണ്. ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും ആർക്കേഡിലേക്ക് പോവുക. ബ്രാഡി ചില ഗെയിംസ് ഒക്കെ കളിച്ച് ടിക്കറ്റുകൾ നേടി സമീപം നിന്നിരുന്ന പെൺകുട്ടികൾ കൂടി കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇത് കണ്ട് അവരുടെ ബോയ് ഫ്രണ്ട് അസ്വസ്ഥനാകുന്നു. അവൻ ബ്രാഡിയോട് ക്ഷമ ചോദിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. തുടർന്ന് അവൻ സാമിയുടെ കളിപ്പാട്ടവും കൂടി പൊട്ടിക്കുന്നുണ്ട്. ബ്രാഡി അവനെ നേരിടുന്നു. വഴക്ക് അവസാനം തുടങ്ങുകയാണ്. മാനേജർ ഇടപെടുന്നു. ഹച്ച് കാര്യങ്ങൾ ശാന്തമാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ബെക്ക പറയുന്നു, നമുക്ക് പോകാം. പക്ഷെ പുറത്തിറങ്ങുമ്പോൾ മാനേജർ ചെറിയ സാമിയുടെ തലയിൽ അടിക്കുകയാണ്. അത് ഹച്ചിന് സഹിക്കാനാവുന്നില്ല. ഹച്ച് തിരിച്ചു പോകുന്നു. തന്റെ യഥാർത്ഥ രൂപം എല്ലാവർക്കും കാണിക്കുന്നു. ഹച്ച് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കീഴടക്കുന്നു. അവസാനം മാനേജർക്കും കിട്ടുന്നു നല്ല ഇടി. തന്റെ മകളുടെ മേത്ത് കൈവച്ചതിന് പകരം. എന്തായാലും അതിന്റെ പേരിൽ പോലീസ് ഹച്ചിന്റെ മുഴുവൻ കുടുംബത്തെയും പിടിച്ച് കൊണ്ടുപോവുകയാണ്. അവിടെ ഇരിക്കുമ്പോൾ ബ്രാഡി പിതാവിനോട് പറയുന്നു, നീ ചെയ്തത് സൂപ്പറായിരുന്നു. പക്ഷെ ഹച്ച് അങ്ങനെയല്ലാട്ടോ അതിനെ കാണുന്നത്. ഉടൻ തന്നെ ഷെരീഫ് ഹച്ചിനെ ഓഫീസിലേക്ക് വിളിക്കുന്നു. അവിടെ വൈറ്റ് എന്ന ആളാണ് ഇരിക്കുന്നത്. ആർക്കേഡിൽ ബ്രാഡിയുമായി വഴക്കുണ്ടാക്കിയ പയ്യൻ വൈറ്റിന്റെ മകനാണ്. ബ്രാഡി ആ പയ്യന്റെ കൈക്ക് പരിക്ക് വരുത്തി. ഹച്ച് ശാന്തമായി പറയുന്നു, അവരിൽ ഒരാൾ എൻ്റെ മകളെ അടിച്ചു. ആ സ്ഥലത്ത് നീ ആയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യും? വൈറ്റ് ഹച്ചിനെ വിടുന്നു. പക്ഷെ ഒരു ഷെരീഫ് ഓഫീസർമാർക്ക് എന്തോ രഹസ്യ ഉത്തരവിടുന്നുണ്ട്.
ഹോട്ടലിൽ ബെക്ക ഹച്ചിനോട് ചോദിക്കുന്നു, നിന്റെ മറ്റൊരു മുഖം എന്തിനു കാണിച്ചു? മകൻ ഇതിനോടകം തന്നെ അധികം അക്രമ സ്വഭാവമുള്ളവനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഹച്ചിന്റെ ബാഗ് പരിശോധിക്കുന്നു, അപകടകരമായ എന്തെങ്കിലും ആയുധമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അവൾക്ക് അകത്തു നിന്ന് കിട്ടുന്നത് വെറും ഒരു വൈൻ ബോട്ടിലാണ്. അതേ വൈനാണ് ഹച്ച് ബെക്കയെ ആദ്യമായി കണ്ട സ്ഥലത്തുണ്ടായിരുന്നത്. ബെക്ക മനസ്സ് മാറി ഹച്ചിനെ ചേർത്ത് പിടിക്കുന്നു. അവൾ പറയുന്നു, ഞാൻ നിന്നെ ആദ്യം കണ്ട നിമിഷം തന്നെ നീ ആരാണെന്ന് അറിയാമായിരുന്നു. നീ മുഴുവൻ രക്തത്തിൽ മുങ്ങിയിരുന്നു. അടുത്ത ദിവസം കുടുംബം ഗെയിമുകൾ കഴിച്ച് സമയം ചെലവഴിക്കുകയാണ്. മീൻവൈൽ ഡേവിഡ് പഴയ ലോഡ്ജിൽ തന്നെ തങ്ങുകയാണ്. ഹച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഇവരുടെ എല്ലാം രഹസ്യമായി ചിത്രങ്ങൾ എടുക്കുന്നത് കാണുന്നു. പിന്നെ ബോട്ട് റൈഡിൽ ഇവർ പോവാൻ ഒരുങ്ങുമ്പോൾ ഈ ഗുണ്ടകൾ പിന്നാലെ തന്നെ ഉണ്ട്. ഹച്ച് കുടുംബത്തെ വേറെ ബോട്ടിലേക്ക് അയക്കുകയാണ്. എനിക്ക് വയറുവേദന, ഞാൻ പുറകെ വന്നോളാം എന്ന് പറഞ്ഞ് അവൻ വേറെ ബോട്ടിൽ കയറുന്നു. ഓഫീസറും ഗുണ്ടകളും പിന്നാലെ വരികയാണ്. ബോട്ട് നീങ്ങിയപ്പോൾ പോരാട്ടം തുടങ്ങുകയാണ്. ഉദ്യോഗസ്ഥൻ ഹച്ചിന്റെ വിരൽ വരെ വെട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. വിരൽ വെള്ളത്തിലേക്ക് വീണ് ഒരു മീൻ വിഴുങ്ങുന്നു. അവർ ഹച്ചിനെ വെള്ളത്തിലേക്ക് തള്ളുന്നു. പക്ഷെ ഹച്ച് തിരിച്ചെത്തി എല്ലാവരെയും കീഴടക്കുന്നു. പിന്നീട് ഹച്ച് സഹോദരൻ ഹാരിയെ വിളിക്കുന്നു. പ്ലമ്മർവില്ലിൽ വന്നിരുന്നു, പക്ഷെ സ്ഥലം പഴയ പോലെ സൗഹൃദപരമല്ല. ഹാരി പറയുന്നു, അത് ട്രേഡ് റൂട്ടാണ്. അച്ഛൻ അവിടെ കൊണ്ടുപോയത് അവധിക്കല്ല, ദൗത്യത്തിനാണ്. പ്രാദേശിക പോലീസ് എല്ലാം ആ സിൻഡിക്കേറ്റിനോടൊപ്പം ചേർന്നിരിക്കുന്നു. അതേസമയം വൈറ്റും ഷെരീഫും ചരക്കുകൾ അയക്കാൻ തയ്യാറാകുന്നു. പക്ഷെ ഷെരീഫിന് ഇപ്പോൾ ഒരു വിവരം കിട്ടുന്നു, ഹച്ച് ഒരു സാധാരണ ടൂറിസ്റ്റ് അല്ല. ഹച്ച് ബാർബറോട് ചോദിക്കുന്നു. ബാർബർ പറയുന്നു, ആ സ്ഥലം ലെൻഡീനെയാണ് നിയന്ത്രിക്കുന്നത്. അവൾ ഭയങ്കര ക്രൂരയാണ്. അവൾക്ക് നഷ്ടം സഹിക്കാനാവില്ല. അവൾക്ക് പണം നഷ്ടപ്പെടുത്തിയവർ ഒന്നും ജീവനോടെയില്ല. പ്ലമ്മർവില്ലെ അവളുടെ മെയിൻ ബിസിനസ്സുകളിൽ ഒന്നാണ്. ബാർബർ അവനോട് എല്ലാം ക്യാൻസലാക്കി തിരിച്ചു പോരാൻ പറയുന്നുണ്ട്. അതേസമയം ലെൻഡൈന വൈറ്റിനെ വിളിച്ചു. വൈറ്റിന്റെ പദ്ധതി എന്താണെന്ന് വെച്ചാൽ ഷിപ്മെന്റ് പൂർത്തിയാക്കി അവളുമായുള്ള ബന്ധം വിച്ഛേദിക്കുക. കാരണം അത് കഴിഞ്ഞാൽ അവന്റെ അച്ഛന്റെ കടം മുഴുവൻ തീരും. പക്ഷെ ലെൻഡൈന അങ്ങനെ കണ്ടില്ല. അവളുടെ അഭിപ്രായത്തിൽ ആ കടം ഒരിക്കലും തീരില്ല. അവൾ ഷെരീഫിനെ വിളിച്ച് ഉത്തരവിട്ടു, വൈറ്റിന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നിനെ കൊണ്ടുവരിക. റിയൽ ബോസ് ആരാണെന്ന് അവനെ ഒന്ന് റിമാൻഡ് ചെയ്യിക്കണം. ഷെരീഫ് തീരുമാനിച്ചു വൈറ്റിന്റെ മകൻ മാക്സിനെ തട്ടിക്കൊണ്ടുപോകാൻ. അവർ മാക്സിനെ തൂക്കുന്നു. എന്നാൽ ഷെരീഫ് മാക്സിനെ കൈമാറുന്നതിന് മുമ്പ് ഹച്ച് എത്തുന്നു. എന്റെ കുടുംബത്തെ വിട്ടേക്കൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ എല്ലാം കത്തിക്കുമെന്ന് പറഞ്ഞ് അവിടെ പെട്രോളും ഒഴിച്ച് ഒരു ലൈറ്ററും പിടിച്ച് ഹച്ച് നിൽക്കുകയാണ്. ഷെരീഫ് പറയുന്നു, ലെൻഡൈന തന്നെ നിന്നെ ഇല്ലാതാക്കും. ആദ്യം ഷെരീഫ് സമ്മതിക്കുന്നില്ല, പക്ഷെ അവസാനം വഴങ്ങുകയാണ്. ഹച്ച് തിരിച്ചു പോകുമ്പോൾ വൈറ്റിന്റെ മകൻ മാക്സ് സഹായം ചോദിക്കുന്ന പോലെ നോക്കുകയാണ്. ഹച്ച് ആദ്യം മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് വിട്ടുപോകുന്നു. പക്ഷെ ഒടുവിൽ തിരിച്ചു വരുന്നു മാക്സിനെ രക്ഷപ്പെടുത്താനായിട്ട്. പിന്നീട് അവിടെ നടന്ന പോരാട്ടത്തിൽ മുഴുവൻ സ്ഥലവും പൊട്ടിത്തെറിക്കുന്നു. ലെൻഡൈന ഫ്യൂരിയസ് ആവുന്നു. അവ കേൾക്കുകയാണ് തന്റെ മുഴുവൻ ചരക്കുകളും രക്ഷപ്പെട്ടു. കൾപ്രേറ്റ് ഹച്ച്. ഷെരീഫിനോട് അവൾ പറയുന്നു, സൈന്യം മുഴുവൻ കൊണ്ടുവരൂ. മീൻവൈൽ ഹച്ചിന്റെ കുടുംബം ഡേവിഡിന്റെ പഴയൊരു കാടിന് നടുവിലുള്ള ഒരു വീട്ടിൽ ഒത്തുചേരുകയാണ്. ബ്രാഡിയും മാക്സും വഴക്കെല്ലാം അവസാനിപ്പിച്ച് കൈ കൊടുക്കുന്നു. പക്ഷെ ബെക്ക സന്തോഷമുള്ളവളായിരുന്നില്ല. നീ വാഗ്ദാനം ചെയ്തിരുന്നില്ലേ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന്? ഹച്ച് പറയുന്നു, ഒന്നും എന്റെ നിയന്ത്രണത്തിലല്ല. നീയും കുട്ടികളും പോയി രക്ഷപ്പെടൂ. ബെക്ക മറുപടി പറയുന്നു, നീ എന്റെ ഭർത്താവാണ്. എന്തായാലും ഇത് എങ്ങനെയെങ്കിലും തീർക്കണം. ഹച്ച് വൈറ്റിനെ കാണാനായിട്ട് പോവുകയാണ്. ആദ്യം വൈറ്റ് ആക്രമിക്കുകയാണ്. പക്ഷെ ഹച്ച് സത്യം വ്യക്തമാക്കുന്നുണ്ട്, മകനെ രക്ഷിച്ചത് ഹച്ചാണെന്ന്. വൈറ്റ് പറയുന്നു, ലെൻഡൈന വളരെ അപകടകാരിയാണ്. എന്റെ അച്ഛനെ കൊന്നത് അവളാണ്. അവൾക്ക് കരുണയില്ല. അവൾ എന്തായാലും നമ്മളെ തേടി വരും. ലെൻഡൈന ഒരു മുഴുവൻ സൈന്യവുമായി ഹച്ചിനെ കൊല്ലാൻ പുറപ്പെട്ടിരുന്നു. വൈറ്റ് തന്റെ വ്യാപകമായ ആയുധശേഖരം ഹച്ചിന് കാണിച്ചു. അവർ ഒരുമിച്ച് വാട്ടർ പാർക്ക് മുഴുവൻ ഒരു യുദ്ധത്തിന് സജ്ജമാക്കി. അപ്പോഴാണ് നമ്മുടെ ഹാരി അങ്ങോട്ടേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത്. സഹോദരനെ സഹായിക്കാൻ എത്തിയതായിരുന്നു അവൻ. ഹച്ച്, വൈറ്റ്, പിന്നീട് എത്തിയ സഹോദരൻ ഹാരി എല്ലാവരും അമ്യൂസ്മെന്റ് പാർക്ക് യുദ്ധഭൂമിയാക്കി മാറ്റുകയാണ്. കുടുക്കുകളും ബോംബുകളും എല്ലായിടത്തും സ്ഥാപിക്കുന്നു. കുടുക്ക് മീൻസ് ട്രാപ്പ്. ഡേവിഡും മെഷീൻ ഗണ്ണുമായി പോരാട്ടത്തിൽ ഇറങ്ങുന്നുണ്ട്. ഹച്ച് ഒരു വൂൾഫ് ഡോഗിനെ കൂടി ഫ്രീ ആക്കുന്നുണ്ട്. അവരുടെ പോരാട്ടത്തിലെ മറ്റൊരായുധം. അതേസമയം ലെൻഡൈനയുടെ സൈന്യം പട്ടണത്തിലെത്തി. വഴിമത്തി അവർ ഡേവിഡിന്റെ ആ വീട് കണ്ടുപിടിക്കുന്നുമുണ്ട്. ലെൻഡൈന ഉത്തരവിട്ടു, അകത്ത് ആരും ജീവനോടെ ഇരിക്കരുത്. അവിടെ ആ ഹട്ടിൽ മുഴുവൻ കുടുംബവും ഉണ്ടായിരുന്നു. ബെക്ക ഒരു ഡാർക്ക് ഗൺ കണ്ടു. അത് തന്റെ മകന് കൊടുത്തു പറഞ്ഞു, ധൈര്യമായിരിക്കുക. പിന്നെ അവളും ആ യുദ്ധത്തിലേക്ക് സ്വയം ഇറങ്ങി ചെല്ലുന്നു. ആദ്യമായി ഹച്ചിനെ നേരിട്ടത് ഷെരീഫാണ്. അവൻ വന്ന് അവരോട് പ്രഖ്യാപിച്ചു, ഇനി മുതൽ ഈ നഗരം ഞാൻ നിയന്ത്രിക്കും, വയറ്റല്ല.
അവൾ ആവശ്യപ്പെട്ടു, ഹച്ച്, വയറ്റ്, നിങ്ങൾ രണ്ടുപേരും ആയുധങ്ങൾ കൈമാറി എന്നോടൊപ്പം വരണം. പക്ഷെ വയറ്റും ഹച്ചും ഇരുവരും ഈ ക്ഷണം നിരസിച്ചു. ഷെരീഫ് തിരിഞ്ഞു പോകുമ്പോൾ തന്നെ ലാൻഡൈന തന്റെ ആളുകളോട് ഉത്തരവിടുകയാണ്, അവനെ വെടിവെച്ചു കൊല്ലു. വയറ്റ് ഉടൻ തന്നെ ഒരുക്കിയിരിക്കുന്ന ട്രാപ്പുകൾ സജീവമാക്കി. ഹച്ച് പാർക്കിലെ റൈഡുകളും ആകർഷണങ്ങളും ആയുധങ്ങളാക്കി മാറ്റുകയാണ്. സ്ഫോടനങ്ങൾ, വെടിവെപ്പുകൾ, കലഹം എല്ലായിടത്തും പടർന്നു. ഹച്ച് ഒരു മിറർ റൂമിലേക്ക് കയറി. അവിടെ സൈനികർക്ക് യാഥാർത്ഥ്യവും പ്രതിഫലനവും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഹച്ചിനെ നോക്കി അവർ വെടിവെച്ചെങ്കിലും മിററിലായിരുന്നു വെടിയെല്ലാം കൊള്ളുന്നത്. ഹച്ച് അവിടെ ബോംബുകൾ സ്ഥാപിച്ച് പൊട്ടിത്തെറിപ്പിച്ച് ആ സൈനികരെ എല്ലാം കൊല്ലുകയാണ്. വയറ്റ് സൈനികരെ ബോൾപിറ്റിലേക്ക് വലിച്ചു. അവിടെ മൈൻ മറച്ചു വെച്ചിരുന്നു. പക്ഷെ വയറ്റിന് വെടിയേറ്റ് കാലിൽ പരിക്കുണ്ടാകുന്നു. സൈനികർ അവനെ കൊല്ലാൻ വരുമ്പോൾ മറ്റൊരു ട്രാപ്പ് പ്രവർത്തിച്ച് അവരെല്ലാം സ്പോട്ടിൽ തീരുകയാണ്. ഹച്ച് ഒരു സൈനികനെ വാട്ടർ സ്ലൈഡിലൂടെ താഴേക്ക് തള്ളി അവിടെ സ്ഥാപിച്ചിരുന്ന കൂർത്ത മുനയുള്ള വാളുകളിലേക്ക് വീട്ടി അവനെ കൊല്ലുന്നുണ്ട്. ഡേവിഡ് ആവട്ടെ തന്റെ മെഷീൻ ഗൺ ഉപയോഗിച്ച് നിരവധി പേരെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ വീടിനടുത്തേക്ക് മറ്റൊരു ഗ്രൂപ്പുമായി ലാൻഡൈന എത്തിയിരുന്നു. എന്നാൽ അവർക്ക് മുന്നിൽ ഹാരിയും എത്തുകയാണ്. അവസാനം ലാൻഡൈനയുടെ മികച്ച പോരാളി മാത്രം ശേഷിച്ചു. അവനും ഹാരിയും വാൾ പോരാട്ടത്തിൽ ഏറ്റുമുട്ടി. വലിയൊരു പോരാട്ടം നടന്നെങ്കിലും ഹാരി അവന്റെ വാളും തോക്കും തകർത്തു. പിന്നെ അവനെയും കൊന്നു കളയുകയാണ്. ലോഡ്ജിനുള്ളിലേക്ക് ഒരാൾ കടന്നെങ്കിലും ബ്രാഡി, ഹച്ചിന്റെ മകൻ, അവനെ കൊന്നു. ഹാരി അഭിമാനത്തോടെ ചിരിച്ചു. നിന്റെ അച്ഛനെ നിന്നെ കണ്ടാൽ അഭിമാനിക്കും ബ്രാഡി. ഒടുവിൽ ഹച്ച് നേരിട്ട് ലാൻഡൈനയെ നേരിട്ടു. അവൾ 2 പെൺപോരാളികളെ അയച്ചു. ഓൾറെഡി തളർന്നിരുന്ന ഹച്ചിനെ അവർ എളുപ്പം കീഴടക്കി. ലാൻഡൈന അവളെ നോക്കി പരിഹസിച്ചു, ഇപ്പോൾ നിനക്ക് എല്ലാം നഷ്ടമാകും. പക്ഷെ അപ്പോഴേക്കും വയറ്റ് പിന്നിൽ നിന്ന് വെടിയുതിർത്തു. ഇരുവരെയും കൊന്നു. ക്രോധത്തോടെ ലാൻഡൈന ഒരു കത്തി വയറ്റിന്റെ ശരീരത്തേക്ക് എറിഞ്ഞു. അവൻ വീണു. അവൾ ഹച്ചിനെ കൊല്ലാൻ നീങ്ങിയപ്പോൾ കറക്റ്റ് സമയത്ത് ബെക്ക എത്തി. അവൾ ഡോട്ട് ഗൺ നേരിട്ട് ലാൻഡൈനയുടെ കണ്ണിലേക്ക് വെടിവെച്ചു. അവൾ എന്നേക്കുമായി അവസാനിപ്പിച്ചു. പക്ഷെ തീർന്നില്ല. ഇനിയും ലാൻഡൈനയുടെ സൈന്യം അങ്ങോട്ടേക്ക് വരികയായിരുന്നു. അപ്പോൾ നമ്മുടെ ഡേവിഡ് ആവട്ടെ മുമ്പ് സ്ഥാപിച്ചിരുന്ന മുഴുവൻ ബോംബുകളും അവിടെ പൊട്ടിത്തെറിപ്പിക്കുന്നു. പാർക്ക് മൊത്തം തീയിൽ മൂടി. ഹച്ചും ബെക്കയും പൂളിലേക്ക് ചാടി. പൊട്ടിത്തെറിയിൽ നിന്ന് രക്ഷപ്പെട്ടു. വെള്ളത്തിനടിയിൽ ബെക്ക അവനെ ചേർത്ത് പിടിച്ചു ചുംബിച്ചു. ഇപ്പോൾ കഥ തുടക്കത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഹച്ച് FBI ചോദ്യം ചെയ്യൽ റൂമിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഹച്ച് മാത്രമല്ല, കൂടെ ബെക്കയും ഉണ്ട്. പിന്നെ നമ്മുടെ ഡോഗും. ഏജന്റുകൾ കൂടുതൽ ചോദ്യം ചെയ്യാനായിട്ട് പോകുമ്പോൾ ഒരു ഫോൺ കോൾ വന്നു. നിർദ്ദേശങ്ങൾ കേട്ട ശേഷം ഏജന്റുമാർക്ക് വേറെ വഴിയില്ല. ഇരുവരെയും ഉടൻ വിടാനായിരുന്നു നിർദ്ദേശം. അവർ രണ്ടുപേരും വിലങ്ങുകൾ അഴിക്കൂ എന്നുള്ള രീതിയിൽ ഓഫീസർമാർക്ക് നേരെ കൈകൾ നീട്ടുന്നു. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ കഥ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ്, കമന്റ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.